പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയായ കുഞ്ഞിക്കേളു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചത്. 2 മാസത്തിനുള്ളിൽ നാട്ടിലെത്തി വിവാഹം നടത്താനിരിക്കെ കുണ്ടെടുക്ക സ്വദേശി രഞ്ജിത്തിനും ജീവൻ നഷ്ടമായി. 1.5 വർഷം മുമ്പ് പുതിയ വീടിന്റെ പാലുകാച്ചലിനാണ് രഞ്ജിത്ത് അവസാനമായി നാട്ടിലെത്തിയത്. വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് നാടും വീടും. ചെർക്കളയിലെ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, രഞ്ജിത്തിന്റെയും ഒപ്പം കുഞ്ഞിക്കേളുവിൻ്റെയും സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും നടക്കുക? അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ കുടുംബം? ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർക്കളയിലെ രഞ്ജിത്തിന്റെ വീടിന് മുൻവശത്താണ്. രഞ്ജിത്തിന്റെ വീട് എനിക്ക് താഴെ കടന്ന തൊട്ട് താഴെയാണ് രഞ്ജിത്തിന്റെ വീടുള്ളത്. അവിടെ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാത്തത്. എന്തായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ, രാത്രിയോടുകൂടി 6 മണിക്ക് മുൻപ് മൃതദേഹം വീട്ടിലെത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. രഞ്ജിത്തിന്റെ വീട്ടിന് സമീപം തന്നെയുള്ള കുടുംബ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ പതിവ് പോലെയുള്ള വിളി അമ്മ രുക്മണിക്ക് ഉണ്ടായില്ല. അപ്പോൾ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ ഉച്ചയോടുകൂടി മകന്റെ മരണവാർത്ത ഈ കുടുംബത്തെ തേടിയെത്തി. എന്തായാലും വാർഡ് മെമ്പർ ശിവപ്രസാദ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളും. അതെ, ഇപ്പോൾ 8:30 മണിക്ക് എത്തിയാൽ ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 മണി 6 മണിയോടെ എത്തും. അപ്പോൾ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങ് ഉണ്ടാവും. ഇവരെ കുടുംബ ശ്മശാനമുണ്ട് ഒരു താഴെ, അവിടെ വെച്ചിട്ട് ഇന്ന് സംസ്കാരം ഉണ്ടാവും എന്നാണ് കുടുംബം നമ്മൾ അറിയിച്ചത്. മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും വരാനുണ്ട്? അല്ല, ഇനിയിപ്പോൾ എല്ലാവർക്കും വിവരം കൊടുക്കും 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ പൊതുവെ എല്ലാവരും ഇപ്പോൾ ഒന്നാമത് മാധ്യമങ്ങളിലൂടെ വാർത്ത വരികയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും അതിന് മുമ്പ് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൂരസ്ഥലത്തുനിന്ന് ആരും വരാൻ? ഇല്ല, അതെല്ലാം എന്തായാലും അനിയനും ഒപ്പം ഉണ്ടാവും? അനിയനൊപ്പം ഉണ്ട്. അനിയൻ ഇന്നലെ ദുബൈയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇന്നലെ ഉച്ചയോട് അനിയനെത്തി. ബാക്കി പിന്നെ പുറത്തുനിന്ന് ആരും പറയുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. രഞ്ജിത്തിന്റെ അനിയൻ രജീഷ് ദുബായിലാണ്. ദുബായിൽ നിന്ന് ഇന്നലെ തന്നെ ഈ കുവൈത്തിലേക്ക് എത്തിയിരുന്നു. ഒപ്പം ഈ മൃതദേഹത്തോടൊപ്പം അനിയൻ അനുഗമിക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അനിയനും ഒപ്പം ഉണ്ടാവും. എന്തായാലും ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ ആരും തന്നെ വരാനില്ല. വൈകുന്നേരം 6 മണിയോടുകൂടി മൃതദേഹം എത്തുകയാണെങ്കിൽ അതിനുശേഷം ഒരു പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഇവിടെ രഞ്ജിത്തിന്റെ വീട്ടിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളുവിന്റെ വീട്ടിലും ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കാസർഗോഡ് നിന്നാണ് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിയത്. അവിടെ 2 പേരാണ്, കെ രഞ്ജിത്തും പി കുഞ്ഞിക്കേളുവും. അതിൽ കുഞ്ഞിക്കേളു 58 വയസ്സുകാരൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഈ അപകടം, ദുരന്തം കുഞ്ഞിക്കേളുവിൻ്റെ ജീവനെടുക്കുന്നത്. രഞ്ജിത്ത് നാട്ടിലെത്തി വിവാഹം നടത്താൻ ഉള്ള പദ്ധതികളിലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്കൊന്നും കടക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷത്തിനിടയില്ലാത്ത വണ്ണം ഒരു ദുഃഖവാർത്തയാണ് ആ കുടുംബത്തെ തേടി.